Hi dears, welcome back to Silent Learning. Agila Miss ആണ് ട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷൻസിലാണ് അല്ലേ? ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ് ആൻഡ് സെപ്പറേറ്റ് അല്ലേ? ചേർക്കാം പിരിക്കുക എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഇതാ കുറേ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് ഇതാ ഇത്രയും സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഓരോ സന്ദർഭങ്ങളിലും ഇതിനകത്തുള്ള കമ്പോണൻസിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ഏത് മാർഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ എഴുതണം. യെസ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ആദ്യത്തെ എന്തായിരുന്നു ചോദിച്ചത്? പ്യൂരിഫൈയിങ് മഡി വാട്ടർ അല്ലേ? നമ്മൾ കലങ്ങിയ വെള്ളം എന്ത് ചെയ്യാണ്? ശുദ്ധീകരിക്കുകയാണ്. സീവിങ് സാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ, കെട്ടിടം പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മണലരിക്കുകയാണ്. സെപ്പറേറ്റിംഗ് സാൾട്ട് ഇൻ സാൾട്ട് പാൻസ് അല്ലെ? ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ് അല്ലെ? മണൽ കലർന്നിട്ടുള്ള ഇരുമ്പ് പൊടി നമുക്ക് എന്ത് ചെയ്യണം? വേർതിരിക്കണം. അപ്പോൾ ഓരോന്നിലും ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതാ നമുക്കറിയാം ആദ്യത്തെ സന്ദർഭങ്ങളിൽ അല്ലെ, നമ്മുടെ കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാർഗം അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡീകാന്റേഷൻ ആണ് അല്ലെ? ഇതിങ്ങനെ അടിയിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, തെളിഞ്ഞ വെള്ളം മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അടുത്ത നോക്കിയേ, നമ്മുടെ കെട്ടിടം പണിക്ക് അല്ലെ, അവിടെ പേര് അതിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക? മണലൊക്കെ അരിക്കല്ലേ ചെയ്യാറ്. സോ നമുക്ക് സീവിങ് അല്ലെങ്കിൽ അരിക്കൽ അല്ലെ, ഫിൽട്രേഷൻ ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. അടുത്തതാ നമ്മുടെ സോൾട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഉപ്പ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? യെസ്, ബാഷ്പീകരണം അല്ലെ, ഇവാപ്പറേഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ഇരുമ്പ് പൊടിയാണുള്ളത്. മണലിൽ നിന്ന് ഇരുമ്പ് പൊടിയാണ് വേർതിരിക്കേണ്ടത്. സോ നമുക്കറിയാം നമ്മൾ അവിടെ എന്താണ്? മാഗ്നറ്റ് യൂസ് ചെയ്താൽ മതി അല്ലെ, കാന്തം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതാ ഇത്രയും ആൻസർ നമുക്ക് ആ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് അറിയാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ് അല്ലെ? ഈ തന്നിട്ടുള്ളതില് ശുദ്ധ പദാർത്ഥം അല്ലാത്തത് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? യെസ്, സോൾട്ട് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഷുഗർ സൊല്യൂഷൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലെ? ഉപ്പുണ്ട്, അലൂമിനിയം ഉണ്ട്, പഞ്ചസാര ലായനി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജനും ഉണ്ട്. ഏതാണ് ഇതിനകത്ത് പ്യുവർ സബ്സ്റ്റൻസ് അല്ലാത്തത്? യെസ്, നമുക്കറിയാം അല്ലെ, സോൾട്ട്, ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിനകത്ത് ഉപ്പിന്റെ കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലെ, ഉപ്പിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? അതും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് എങ്ങനെയാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? യെസ്, നമുക്ക് വാട്ടറും വേണം, നമുക്ക് ഷുഗറും വേണം അല്ലെ, നമുക്ക് വെള്ളവും വേണം, നമുക്ക് പഞ്ചസാരയും വേണം. അത് തമ്മിൽ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള പഞ്ചസാര ലായനി അല്ലെങ്കിൽ യെസ് ഷുഗർ സൊല്യൂഷൻ കിട്ടുള്ളൂ അല്ലെ. അതായത് ആ പേരിൽ തന്നെ ഉണ്ട്, അതിനകത്ത് ഒരു കമ്പോണന്റ് അല്ല ഉള്ളത്, ഒരു ഘടകം മാത്രം അല്ല ഉള്ളത്. അതിനകത്ത് പഞ്ചസാരയുടെ ആളുകളും ഉണ്ടായിരിക്കും, വെള്ളത്തിന്റെ ആളുകളും ഉണ്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? യെസ്, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താണ്? ഇതൊരു മിക്സ്ചർ ആണ് അല്ലെ. അപ്പൊ ഇതാ നമുക്കിവിടെ എന്ത് കിട്ടി? നമുക്കിവിടെ ആൻസർ കിട്ടി. ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താണ്? യെസ്, അത് ഷുഗർ സൊല്യൂഷൻ ആണ് അല്ലെ, പഞ്ചസാര ലായനിയാണ്. ലാസ്റ്റ് ഇതാ ഓക്സിജൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ മാത്രമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് അത് എന്താണ്? അതും ഈ പറഞ്ഞ പോലെ ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? അത് നമ്മുടെ യെസ് ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി മാത്രമാണ്. അതിലാണ് ഈ പഞ്ചസാരയും വെള്ളവും അല്ലെ, നമ്മുടെ ഷുഗറും വാട്ടറും ഉള്ളത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ്ചർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മിശ്രിതം എന്ന് നമ്മൾ വിളിക്കുന്നത്. സെറ്റ് അല്ലേടാ? യെസ്, നമുക്ക് ഇതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെ. ഏകാത്മക മിശ്രിതത്തിനും അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതത്തിനും എന്ത് ചോദിച്ചിട്ടുണ്ട്? യെസ്, ഓരോന്നിനും 2 എക്സാമ്പിൾസ് വീതം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്താണ് അതെന്ന് നോക്കണം അല്ലെ. എന്തിനാണ് നമ്മൾ ഹോമോജീനിയസ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്? യെസ്, മിശ്രിതങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുമായിരുന്നു അല്ലെ. ചില മിക്സ്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതാ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഒക്കെ എടുക്കാന്ന് വിചാരിക്കാം. നമ്മളെ കയ്യിൽ കുറച്ച് പഞ്ചസാര വെള്ളം ഉണ്ട്. നമ്മൾ മുകളിൽ നിന്ന് പഞ്ചസാര വെള്ളം എടുത്ത് കുടിച്ചാലും ഏറ്റവും അടിയിൽ നിന്ന് പഞ്ചസാര വെള്ളം എടുത്ത് കുടിച്ചാലും ഒക്കെ അതിന് എന്താണ്? നല്ല മധുരല്ലേ ഉണ്ടാവുക. അതായത് സെയിം പ്രോപ്പർട്ടി, എവിടെ നിന്ന് എടുത്താലും സെയിം പ്രോപ്പർട്ടി അല്ലേ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി ഇതാ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അതായത് ഒരു മിക്സ്ചർ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്, ഓരോ പാർട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കാണിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളതിന് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം നമുക്ക്? യെസ്, നമ്മുടെ ബട്ടർ മിൽക്കും ഉണ്ട്,
മഡി വാട്ടർ അല്ലെ, ചെളിവെള്ളവും അല്ലെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സംഭാരമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെളിവെള്ളമാണെങ്കിലും എന്തല്ല, എല്ലാ ഭാഗത്തും അതിന് ഒരേ പ്രോപ്പർട്ടി അല്ല. ഓരോ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, അതിനകത്തുള്ള കമ്പോണൻസിൽ വ്യത്യാസമുണ്ട്. സോ അതിന്റെ പ്രോപ്പർട്ടീസിലും എന്താണ് വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഹെട്രോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ അകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.